പുതിയ ടയറും രൂപ. ആ അമ്പളിക്കുട്ടൻ ചേട്ടോ കഴിഞ്ഞില്ലേ? ഇല്ല തുടങ്ങിയേ ഉള്ളൂ. തുടങ്ങിയല്ല, ഇനിയിപ്പം എടുത്തിന് വിറ്റ് ചെയ്യണം. അമ്പളിക്കുട്ടൻ ചേട്ടൻ ഇപ്പൊ പുറത്ത് പോണ്ടോ? എവിടെ പോകാണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ, വിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷം പോകണം. എന്തേ ഇനി കുറെ സമയം എടുക്കും? കുറച്ച് സമയമാവും. എന്ത് എവിടെയും പോകണോ? എന്തെങ്കിലും വാങ്ങണോ? വാങ്ങണ്ട. പിന്നെ എന്ത് പോവാ? കാര്യം പറ, എന്ത് പറ? അമ്പളിക്കുട്ടൻ ചേട്ടാ, ഈ ക്ലീറ്റോന് പോയിട്ട് വിളിച്ചിട്ട് കിട്ടണില്ല. അതാണ് ഇത്ര വലിയ കാര്യം. അവിടെ സ്വരം ചെയ്യാൻ പോയില്ല, എവിടെയും കാണും. അതിൻ്റെ ഇടയിൽ ഞാൻ പോകില്ല, ഇത് പേടിക്കൊന്നും വേണ്ട. അതല്ല, ഇപ്പം എന്നെ ക്ലാര ചേച്ചി വിളിച്ച് വഴക്കും പറഞ്ഞു. ക്ലാര ചേച്ചി പറഞ്ഞു, എന്തിനാ പോലീസുകാരുടെയൊക്കെ സമരത്തിൻ്റെ ഇടയിലോട്ട് ഉന്തി വിട്ട് എന്തിനാ എന്തെങ്കിലും വന്നു പോയാൽ ആര് ചോദിക്കുമെന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഇതല്ലേ ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മളെ പാർട്ടിക്ക് ഇതിനെ സമരം ചെയ്യാൻ അറിഞ്ഞൂടാത്തോണ്ടാണ്. സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആർക്കെതിരെയാണ് സമരം ചെയ്യണത്? പോലീസിനെതിരെ. അവർ പോലീസിനെതിരെ സമരം ചെയ്യുമ്പോൾ അവരും ഉണ്ടായിരിക്കുമോ? ഒന്ന് പോയി തിരക്കിയിട്ട് വരുമോ? ഇപ്പോഴാ സെക്രട്ടറിയിൽ സമരം നടക്കില്ലേ? അതിൻ്റെ അടുത്തൊന്നും ഇപ്പോൾ ആർക്കും പോകാനും പറ്റൂല. പിന്നെ നീ വേറൊരു കാര്യം, വിഷമിക്കൊന്നും വേണ്ട. അത് ഏത് വഴി വഴി കൂടെ അടിയൊന്നും കൊള്ളാതെ ഞെത്തിക്കോളാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓ ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ. അതെ, ടിവിയിൽ ഇത്ര എന്ത് രസമായിരുന്നു അറിയോ? ഈ മറ്റേ പോലീസുകാരന്മാരിങ്ങനെ വെള്ളം ചീറ്റിക്കുന്ന ഒരു സാധനല്ലേ, ആ അതല്ലേ, അതിലിങ്ങനെ വെള്ളം ചീറ്റിക്കുമ്പോ ക്ലീറ്റസ് ആയിട്ട് ഇങ്ങനെ തെറിച്ചു പോകും. കാണിച്ചോ? കഴിഞ്ഞു. അത് ശരിക്കും ഒരു സിനിമ പോലെ ഉണ്ടായിരുന്നു, ആക്ഷൻ സിനിമ പോലെ. ആ അത് കഴിഞ്ഞ് ക്ലീറ്റസ് ആയിട്ട് പിന്നെ എഴുന്നേറ്റ് വരും. അപ്പൊ അവരെല്ലാവരും കൂടെ തല്ലി പിടിച്ച് പിന്നെ കൊണ്ടുപോകും. അത് വെറും നമ്മളെ ഡ്രെയിനേജിന്റെ വെള്ളമാണ് അടിക്കുന്നത്. അങ്ങനെ വല്ല ആയിക്കോണം. അത് പറ്റിയോ? ഒന്നും പറ്റിയിട്ടുണ്ട്. നീ ഇപ്പൊ കിടന്ന് നിന്ന് അടങ്ങ്. പോകാൻ പറഞ്ഞില്ലേ പോലീസിനെ സമരം ചെയ്യാൻ പോകണമെന്ന്? അവരെന്താ ചുമ്മാ വയ്ക്കും വിചാരിച്ചാ? ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, അപ്പൊ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരില്ലേ? ആര് പിടിച്ചോണ്ട് ഇങ്ങോട്ട്? അപ്പൊ ഇങ്ങോട്ട് എത്തില്ലേ ക്ലീറ്റസേട്ടനപ്പോ? ഹലോ, ഓ ഇതെവിടെയാ നിങ്ങള്? എവിടെ പോവാ? ഇങ്ങോട്ട് വരാൻ പറ ക്ലീറ്റോനോട്. എവിടെ പോവാനല്ലാന്ന്, ഈ സെക്രട്ടറിയിലെ സമരം അക്രമാസക്തമായി. പിന്നെ ക്ലീറ്റസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുക. അപ്പൊ എനിക്ക് കൊണ്ടു കൊടുക്കാൻ അവരെ എടുത്തു പോയി കേട്ടോ. ഞാൻ താ വരുന്നേ. ഹലോ ഹലോ ഹലോ, ക്ലീറ്റോനെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. അറസ്റ്റ് ചെയ്യുന്ന നീ കിടന്ന് കരയാതെ അറസ്റ്റ് ചെയ്തോളൂ. അവർ തൂക്കിക്കൊല്ലൊന്നുമില്ല ഇതില്. ഞാൻ വിളിക്കാം. അവനെ കൊണ്ട് പറഞ്ഞ മനസ്സിലാവുകയില്ല. അമ്മച്ചേട്ടാ എന്തെങ്കിലും ചെയ്യ് വേഗം. വിളിക്കട്ടെ. ഹലോ, അൻസാർ എടുക്കണില്ല. അത് കുഴപ്പമില്ല, പേടിക്കണ്ടാന്ന്. ഒന്നും പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല. ഞാൻ കാരണം പാവതവിടെ വെറുതെ ഇരുന്നേച്ചതാ. എന്നിട്ട് ഞാൻ ഉന്തി തള്ളിയിട്ട്. ചേച്ചി വിഷമിക്കാണ്ടിരിക്കും, ഒന്നും പറ്റില്ലാന്ന്. ഞാനിനി ക്ലാര ചേച്ചിനോടൊക്കെ എന്ത് പറയും? അമ്മ അറിഞ്ഞെന്നെ കൊല്ലും. ഇനിയിപ്പോ ഇപ്പൊ കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അവര് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി നോക്കട്ടെ. എപ്പോഴും? ഇപ്പോഴാ? അവളോട് പോയിട്ട് എന്ത് ചെയ്യാം? എനിക്ക് ക്ലീറ്റോനെ കാണണം. നീ കരയാതെ എല്ലാം എടുത്ത് ചാടാൻ മുമ്പ് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതെല്ലാം. എത്ര പ്രാവശ്യം നിന്റെ ഭർത്താവിന് എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല. പ്രമുഖനാകാൻ വേണ്ടി എന്തും ചെയ്യോ അവൻ. ഇപ്പൊ എന്താ ചെയ്യാൻ വിളിച്ചേട്ടാ? നോക്കട്ടെ.